ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് കോയമ്പത്തൂരാണ് ഉള്ളത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പോവാണ്. ഇന്ന് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നമുക്കിന്ന് ഫസ്റ്റ് GD കാർ മ്യൂസിയത്തേക്ക് പോകണം. കാർ മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഫറാസ് ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്നും റെഡി ആയില്ല, ചിലരൊക്കെ റെഡി ആയുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങും. സോ ഇറങ്ങിയിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ മ്യൂസിയം. ഇവിടെ 3 തരത്തിലുള്ള എന്താ പറയുക മ്യൂസിയംസ് ഉണ്ട്. കാർ മ്യൂസിയം, പിന്നെ സയൻസ് എക്സ്പെരിമെൻ്റ് ആവേണ്ട ഒരു മ്യൂസിയം, പിന്നെ സയൻസ് മ്യൂസിയം. നമ്മൾ കാർ മ്യൂസിയത്തിൽ പോകാനാണ് നമ്മുടെ പ്ലാന്. പിന്നെ അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ വന്ന് നമ്മളിപ്പോൾ ഉള്ളിൽ പോയിട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഇനി ഉള്ളിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് അടുത്ത് കാണിച്ചു തരാം. ഇവിടെ ബാഗ് അലോഡഡ് അല്ല. ഇവിടെ ഒരു ചെറിയ മൊബൈൽ ബോക്സ് അലോഡഡ് ആണ്. പിന്നെ ബാഗ് നമ്മൾ ലോക്കറിൽ വെക്കാനായിരിക്കും. അവിടെ നമ്മൾ 10 രൂപ കൊടുക്കും. ഇവിടെ പലതരത്തിലുള്ള ഡിസ്പ്ലേസ് ഒക്കെ ഇതിൽ എന്തൊക്കെയോ ഇടുന്നുണ്ട്, എന്തൊക്കെയോ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അറിയില്ല എന്താ, പിന്നെ നോക്കാം. ഇവിടെയാണ് എൻ്റെ എൻട്രി ഫീസൊക്കെ കേട്ടോ. മ്യൂസിയത്തിൻ്റെ എൻട്രി ഫീസ്, പിന്നെ ഇവിടുത്തെ സമയം, ഇതൊക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. കേസുണ്ട് കയറി ഉടൻ തന്നെ ഇതാ ഇങ്ങനെ കാണാറില്ലേ, ഈ ബോൾ ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അതായത് ഈ ബോളിൻ്റെ വെച്ചിട്ട് എന്തൊക്കെയോ ആണ് ഇവിടെ കാണുന്നത്. ഇതാ വീണ്ടും ഈ ഇറങ്ങി വന്ന ഈ ബോൾ ഇതാ ഇവിടെ മേലെ കയറുക, അങ്ങനെ എന്തോണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഞാൻ കാർ മ്യൂസിയം കയറാൻ പോവാണ് ഗൈസ്. അതായതാണ് കാർ മ്യൂസിയത്തിന് മുന്നിൽ പോകുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ കാറുകളുടെ എന്തൊക്കെയോ ഇവിടെ ഇന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഫിനിറ്റി യങ്ങോട്ടൊക്കെ എന്താ എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെ നിറയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ. ഇവിടെ എന്തൊക്കെയോ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. പഴയ ബെൻസ് 820ൻ്റെ വീൽസാണ് ഈ കാണുന്നതൊക്കെ. കാണണം അല്ല, പഴയ ബെൻസിൻ്റെ വീൽസ് ഇതല്ല. കെനോസ്റ്റ വാഗൺ, പിന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ലണ്ടൻ 4 കോച്ച് ഗൈസ് കണ്ടില്ലേ. ഈ പഴയ കാലത്ത് ഇവിടെ പറഞ്ഞില്ലേ, പഴയ കാലത്ത് ട്രെയിനൊക്കെ സിഗ്നൽ കാണിക്കുന്നത് ഈ ഒരു ലൈറ്റ് കൊണ്ടാണ്. ഇത് വരുമ്പോൾ എടുക്കാൻ മറന്നു ഗൈസ്. ഇതാണ് ആൻഷ്യൻ്റ് വീല്. അതായത് വീൽ ഓഫ് മെസപ്പൊട്ടാമിയാണ് ഇതിനെ പറയുന്നത്. ഇതിവിടെ കാണുന്നുണ്ട് സ്റ്റീം പവർ, അതിൻ്റെ കാണാം. പിന്നെ ഇവിടെ കുറേ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൾഡ് ഫ്രഞ്ച് വേർഡ് ക്യാരി ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് വേർഡ് ക്യാരി എന്നാണ്, ഈ ക്യാരി എന്നാണ് വന്നിരിക്കുന്നത് പറയുന്നത്. ഇവിടെ സ്റ്റീം എഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രഞ്ച് ഗോൺ ഫാഡറിൻ്റെ 1970 കണ്ടെടുത്ത ഈ സ്റ്റീം പവർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ലണ്ടൻ്റെ വേറെ ഇതൊക്കെ ഉണ്ട് സ്റ്റീം എഞ്ചിൻ. ഇവിടെ തന്നെ അതാ ഇപ്പം തന്നെ കാറിനെ തുടങ്ങി കഴിച്ചു. പഴയ സിനിമേൻ്റെ കാണുന്ന പോലെ തന്നെയുള്ളത് കാറുകളൊക്കെ. ഇവിടെ ഫോട്ടോ സ്കിന്നിന് ഉള്ളിൽ കയറി മാത്രമേ ശരിക്കും നിറയെ കാറുകൾ കാണാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ വ്ളോഗിങ് ഒന്നും പറ്റില്ല. നമ്മൾ പറ്റുന്ന മാതിരി വീഡിയോ എടുക്കാം കേട്ടോ. ഫോട്ടോഗ്രാഫി ഓക്കെയാണ്, പക്ഷേ വീഡിയോഗ്രാഫി അതാണ്. ഇത് ഇത്രയും വലിയ കാറ് കണ്ടില്ലേ എൻ്റെ അമ്മോ. ഇതിലൊക്കെ ഫുൾ പണ്ടത്തെ ലക്ഷറീസ് കാറുകളായി കാണുന്നതൊക്കെ. കാണത്തില്ല, നല്ല പഴയ ലക്ഷറീസ് കാറുകളാണെന്ന് തോന്നുന്നു. ഇതിൽ മറ്റേ GD നയൻ്റെ ഫസ്റ്റ് മോട്ടോർ സൈക്കിളിൽ കണ്ടോ. ഫസ്റ്റ് GD നയൻ്റെ മോട്ടോർ സൈക്കിൾ വെച്ചാൽ GD നായിഡുവിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ മ്യൂസിയം പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് GD കാർ മ്യൂസിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ GD സയൻസ് മ്യൂസിയം ഉണ്ട്. പിന്നെ GD എക്സ്പെരിമെൻ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. സോ ഈ ഒരു ആളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മ്യൂസിയവും ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കാർ മ്യൂസിയം കാർ മ്യൂസിയത്തിൽ പലതും ഈ GD നായിഡുവിൻ്റെ കയ്യിലുള്ള സാധനങ്ങളും, പിന്നെ സയൻസ് മ്യൂസിയത്തിൽ ഇദ്ദേഹം കണ്ടുപിടിച്ച സാധനങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടെന്നുണ്ട്.
ഗൈസ് മറ്റേ കാണുന്നത് മറ്റേ മാനുവൽ ഗിയറിൻ്റെ ട്രാൻസ്മിഷനാണ് കേട്ടോ ഈ കാണുന്നത്. മാനുവൽ ഗിയറിൻ്റെ കാണിച്ചു തരാം. ഇതാവണുണ്ടല്ലേ, വലിയ ആവണുണ്ടല്ലേ. ഇപ്പോൾ ഫോർത്തായി, ഫോർത്ത് വരെ ഉള്ളൂ. ഇത് ഫോർത്തായി, ഇപ്പോൾ തേർഡായി, ഇനി ഇത് ഫസ്റ്റായി, ഇത് സെക്കൻഡായി, ഇപ്പോൾ റിവേഴ്സായി. ഗിയർ 4 മറ്റേ 4 സിലിണ്ടറുള്ളൊരു MPFI എഞ്ചിനാണ് കേട്ടോ. അതും ഗിയർ ബോക്സ് ഉള്ളത് കണ്ടില്ലേ. ഇപ്പോൾ അത് വർക്കിംഗ് ആയിട്ടുണ്ട് കണ്ടില്ലേ. പഴയ കാറുകളൊക്കെ കാണാം, ഇവിടെയും പഴയ കാറുകളൊക്കെ കാണാം കേട്ടോ. Peugeot 403 1955 ആണ് ഇത് ഇയർ ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ ഇവിടെ പഴയ സിട്രോയിൻ്റെ അങ്ങനോട്ട് പലതരത്തിലുള്ളതും പഴയ കാറുകളൊക്കെ ഇപ്പോൾ കാണാം. ഇപ്പോൾ സിട്രോയിൻ എക്സ് ഇത് കണ്ട് കുറച്ച് പുതിയത് തോന്നുന്നുണ്ട് ഇതിൻ്റെ. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ 1999, ഏകദേശം ആ വർഷം 2000 തോന്നുന്നു. ഇത് ഏകദേശം കുറച്ച് പുതിയൊരു മോഡലാണ്. വേറെ കണ്ട് Peugeot 604. ഇവിടെ മിസ്റ്റർ ബീൻ കാണിച്ച സൈക്കിളില്ലേ, അതൊക്കെയാണ് ഇതിൽ കാണുന്നത്. അതാണ് ഈ സൈക്കിള്. പിന്നെ ഇവിടെ സെഗ്വേ സിമ്പിൾ, അതായത് മറ്റേ ഈ ഹോവർ ബോർഡ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അതാണ് ഇവിടെ കാണുന്നതും. പിന്നെ ഇതാണ് ഇവിടെ കാണുന്നത് ഡോണ്ട് ടച്ച് കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ സൈഡിലായിരുന്നു, ആ സൈഡിൽ നിന്ന് ഇതാണ് ഈ സൈഡിലേക്ക് വന്നത് ബസ്. ഇവിടെ പഴയ കാറിനെ പക്ഷേ ഇത് കുറച്ച് പുതിയ തന്നെയാണ് കേട്ടോ. വോക്സ് വാഗൻ ന്യൂ വോക്സ് വാഗൻ ബീറ്റ് 2010. ഇത് കുറച്ച് പുതിയ കാറാണ്. വോക്സ് വാഗൻ ബീറ്റ് അവിടെ തന്നെ നിറയെ എഴുതിയിട്ടുണ്ട് ബസ്. ഇതും ചില തമിഴ് സിനിമകളിലൊക്കെ കാണാൻ പറ്റും. ഈ ഒരു വാൻ എന്ന് വെച്ചാൽ വോക്സ് വാഗൻ കോമ്പി, അതായത് വോക്സ് വാഗൻ കോമ്പി എന്നതിൻ്റെ പേര്, വോക്സ് വാഗൻ കോമ്പി വാൻ T2. അത് ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ആ സൈക്കിള് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഭാഗത്ത് കയറുന്നത്. ഇതൊരു ഇതിൻ്റെ ഹിസ്പാനോ സൂവിസ എന്നാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മോഡൽ 1925 മോഡലാണ്. കുഴപ്പമില്ല, ഉൾഭാഗമൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ഉള്ളത്. പിന്നെ ബോഡി ഭാഗം നന്നായിട്ടുണ്ട്. ഇത് എന്ത് ബൈക്കിനെ അറിഞ്ഞില്ല, BMW C. പഴയ BMW ബൈക്കാണ് കാണുന്നത്. ഇതെന്ത് കാറൊക്കെയാണ്, പലതരം കേട്ടോ. സിറ്റി EL 1997 മോഡൽ. ഇത് അവിടെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറക്കാനൊക്കെ പറ്റും കേട്ടോ, ഗ്ലാസ്സൊക്കെ. സിറ്റിയിൽ ഒരാൾക്ക് മാത്രമേ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ ഇതാ അവിടെ കാണാം, ഒരാൾക്ക് മാത്രമേ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാറൊക്കെ കണ്ടിട്ട് എനിക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം ഒന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് അവിടേക്ക് നോക്കിയിരിക്കുന്നത് മഞ്ഞക്കാർ. അവിടെ തന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ കാർ. ഇപ്പുറത്ത് ഈ സൈഡ് കാർ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഗാഡിലാക്ക് ഓപ്പൺ, അതായത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അവരുടെ വണ്ടി ഒത്തൊരു വണ്ടി തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ലൈറ്റ് ഉണ്ട് കേട്ടോ. പോകെ പുതിയ കാറുകൾ പോലെയാണ് വരുന്നത്. പറഞ്ഞ കാഡിലാക്ക് സെവില്, അത് ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1993. കൊള്ളാം, കുറച്ചുകൂടെ നല്ല വലിപ്പുള്ള കാർ. ഇത് സൺറൂഫൊക്കെ ഉണ്ട് കേട്ടോ. പോകെ പഴയ കാറുകളൊക്കെയാണ് ഇവിടെ കാണുന്ന. ഇവിടേക്ക് ഭാഗത്തുനിന്ന് വന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നു. ഇത് കുറച്ച് പുതിയൊരു കാറാണ് കേട്ടോ. മറ്റേ ഓഡിൻ്റെ ഇതൊക്കെ പഴയ തന്നെ. ഓഡി TT45. ഓഡിന് കുറച്ചുകൂടെ പുതിയ കാറാണിത്. എന്താ അവിടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ ഫുള്ളും പഴയ കാറുകളൊക്കെയാണ് ഭാഗത്തൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാർ മ്യൂസിയം എന്ന് വെച്ചാൽ. അതായത് പഴയൊരു കാറാണ് കേട്ടോ. ഫുള്ള് തുരുമ്പിടിച്ചൊക്കെ എന്തോ ഭയങ്കര. അതാണ് ഭയങ്കര. ഇത് ഫുൾ തുരുമ്പാണ് കേട്ടോ ഇതിലൊക്കെ. മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതാ വലിയ കാര്യം. എന്താ തിളക്കം പോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി വെച്ചാൽ. എത്ര ആളുടെ തിളക്കം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നടണം. പല പഴയ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച കാറുകളൊക്കെ ഇവിടെ കാണാം.
ഷെവർലെ ഷെവർലെ പഴയ ഷെവർലെ കാറാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോഴൊക്കെ ഷെവർലെ ബീറ്റ്, ഷെവർലെ ക്രൂയിസ് കാണുമ്പോൾ ഇത് പഴയ ഷെവർലെ കാറാണ്. ഇതായിരുന്നു ഷെവർലെ പേരുണ്ട് കേട്ടോ, ഇവിടെ മാറി. ഷെവർലെ AE ഇൻഡിപെൻഡൻസ് 1931 ഇതിൻ്റെ പ്രൊഡക്ഷൻ. വാദ ഇവിടെ അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇവിടേക്ക് വീണ്ടും വന്നു. ഇവിടെ BMW ഉണ്ട് ഉള്ളത് കേട്ടോ. ഇവിടെ BMW 700 ഹീറോ പ്രൊഡക്ഷൻ 1961. ഇവിടെയും ഓരോ നിറയെ ഉണ്ട് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല, ഇനി കുറേ ഉണ്ട്. ഇതിൻ്റെ പേര് എന്താണ്, ലോയിഡ് 250. ലോയിഡ് AC എന്നൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഇത് ലോയിഡിൻ്റെ പഴയ കാറാണ്. പക്ഷേ ഇതിന് 2 L ഉണ്ട് ഗൈസ്, 1 L അല്ല 2 L. സാധാരണ ലോയിഡിൻ്റെ AC ഒക്കെ കണ്ടിട്ടുള്ളൂ, ലോയിഡിൻ്റെ കാർ. ഇത് എന്താ ഗോഗോ മൊബൈൽ, നല്ല ക്യൂട്ട് കാർ. ഇത് ഇത്തിരി ബെന്റ്ലിയുടെ ലോഗോ പോലെ ഇല്ലേ, വിങ്സ് ഒക്കെ. എടാ ഇങ്ങനത്തെ ഒരു BMWക്ക് ഇങ്ങനത്തെ ഒരു പഴയ കാറുണ്ട്. അതിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാ തന്നെ, അതാ ഞാൻ പറഞ്ഞത്. BMW ഇതാണ് BMW. ഇത് നമ്മൾ നേരത്തെ കണ്ട ഇത് വേറെ, അത് വേറെ. അതാണ് ഞാൻ പറഞ്ഞ കാർ. BMW Isetta 250. ഇത് മറ്റേ KR 200. അതെ അതെ, ഇതെന്താ സാധനം എനിക്കറിയാം. ഇത് മറ്റേ കുട്ടി കളിക്കുന്ന കളിപ്പാട്ടം വരെ തോന്നി ഈ കാർ കാണുമ്പോൾ. ഇതേത് കാർ? ഇതിന് ലോഗോ ഇല്ലാത്ത കാറോ? സ്കൂട്ടർ പോലത്തെ കാർ. ഇത് ഏതാണ്? ഇത് കാറിന്റെ ബാക്ക് സൈഡാണ്. റോൾസ് റോയ്സ്. നമ്മുടെ മാലാക കുഞ്ഞ്. അതായത് ഇപ്പോഴത്തെ റോൾസ് റോയ്സ് ഫാൻറ്റത്തിൽ കാണുന്നില്ലേ മാലാക, അതേപോലെയുണ്ട്. അതിൻ്റെ റോൾസ് റോയ്സിന് പേര് റോൾസ് റോയ്സ് സിൽവർ ഷെയർ 1976 മോഡൽ. എൻ്റെ അമ്മ പഴയ റോൾസ് റോയ്സ് കാർ ഇങ്ങനെയല്ലേ, ഇവിടെ വേറൊരു മാലാക കുഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ വേറൊരു മാലാക കുഞ്ഞിരിക്കുന്നു. മാലാക കുഞ്ഞുങ്ങൾ രണ്ടും നോക്കി നിൽക്കുന്നു. മാർവലസ്. അടുത്തത് കാണാം. ഇതെന്താ? റോൾസ് റോയ്സ് 2 halves of the different gear chasing is handcrafted. എന്താ അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്ക് വായിച്ചു കേട്ടോ. ഇതും റോൾസ് റോയ്സ് 20, റോൾസ് റോയ്സ് 20, ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1927. എനിക്ക് പഴയ ഫിലിമിനൊക്കെ ഓർമ്മ വരുന്നു, ഇംഗ്ലീഷ് ഫിലിംസ്. അതെന്താ? അത് ഫോർഡാണ്. എന്ത് സാധനം? ഫോർഡ്സൺ അതിൻ്റെ പേര്. അത് ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഇതിൻ്റെയാണ് തോന്നുന്നു. ഇതാണ് ഫോർഡ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ലോഗോ? ഇപ്പോൾ കണ്ടല്ലോ. ഇതാണ് ഫോർഡ്. ചപ്പാത്തി പരത്തിയ പോലെ ഉണ്ട്. അത് മറ്റേ ആ കാണുന്നതാണ് ഫോർഡ്. എന്താ പറയുക, ഫോർഡ്സൺ 10. ഇത് ഫോർഡ് കോർട്ടിന MK5 എസ്റ്റേറ്റ്. ഇതെന്താ? വോക്സ് ഹോൾ വൈവോൺ എക്സ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ 1934. വോക്സ് ഹാൾ അല്ലേ? നല്ല കാർ. ഈ കാർ ഹോസ്ലി 8 സീരീസ് ആണ്. ഈ കാർ ഇത്തിരി രസമുണ്ട് കാണിച്ചു. ഓസ്റ്റിൻ ഷെർലൈൻ 925. അതിൻ്റെ അടുത്തത് ഇതേതാ? ഓസ്റ്റിൻ 10 കാംബ്രിഡ്ജ്. ഇത് ഫുൾ ഓസ്റ്റിൻ ആണല്ലോ. ഇത് ഓസ്റ്റിൻ 8 കേട്ടോ. ഈ സൈഡ് ഫുൾ ഓസ്റ്റിനാണ് തോന്നുന്നു. ഓസ്റ്റിൻ മിനി വാൻ MKI. പിന്നെ ഇവിടെ ഓസ്റ്റിൻ 7 റൂബി. ഡെയിംലർ സെഞ്ചുറി MK2. കാറും കൂടെ കാണിച്ചു കേട്ടോ. ഇതേതാ കാർ?
മോറിസ് 8 സീരീസ് ആണിത്. ഇത് പിന്നെയും മോറിസ് ബുൾനോസ് കോളെ. നമ്മുടെ കാറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ സൈഡും കൂടെ നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്, പിന്നെ അങ്ങനെ ചുറ്റി വന്ന് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടെ ഇത് ഏത് കാർ നമ്മൾ അപ്പുറത്തുനിന്ന് കാണിച്ച സാധനമാണ്. പക്ഷെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡും കൂടെ എടുത്തിട്ട് ഫുള്ളൊന്ന് കാണിച്ചു. നമ്മുടെ എന്താ പറയുക, ഇൻഡിപെൻഡൻസിൻ്റെ മുമ്പുള്ള സമയത്ത് ഇൻഡിപെൻഡൻസിന് ശേഷവും കുറച്ച് കാലത്തുള്ള ഇന്ത്യയുടെ ഇതാണ് ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്ന വണ്ടികൾ, ഉന്ത് വണ്ടികൾ അങ്ങനെ പറയാൻ പറ്റും. ഇനി കുറച്ച് മേലെയുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. മേലെയുണ്ട് കേട്ടോ നിറയെ, താഴത്തിൽ മേലെയും നിറയുണ്ട് കേട്ടോ. അതാ 10 പേരൊക്കെയുണ്ട് മേലെ, നമ്മൾ കാണാൻ തന്നെ എവിടെയും നിറയുണ്ട്. അതൊക്കെ ഞാൻ ഓരോ മെല്ലെ ഇത് തന്നെ പാച്ചോർമ്മ തന്നെ എല്ലാ ഇന്ത്യയിലുണ്ടായ കാറുകളൊക്കെ. ഫുള്ള് പഴയ സിനിമകളിലൊക്കെ കാണുന്നതാണ് ഈ പ്രീമിയർ 10 മിനിറ്റ്. ഫിയറ്റ് ഇതും ഫിയറ്റ് തന്നെ. ഇത് അവൾ പറഞ്ഞ തന്നെ പ്ലൈമോത്ത് സവ. ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന 1956 പ്ലൈമോത്ത് തന്നെ. എന്താണ് വിമാനം എന്തോ അതേപോലെ എന്തോ ഡിസൈൻ ഉണ്ട്. പ്ലൈമോത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, അതായത് അംബാസഡറൊക്കെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉണ്ടാക്കിയത് അത് തന്നെയാണിത്. ഇതിൻ്റെ ഈ കമ്പനി വരുന്നത് കോണ്ടസ ക്ലാസിക്, അതായത് കമ്പനിയുടെ മോഡൽ. ഇത് 1984. ഇതാ പറഞ്ഞ തീരുന്നതിന് അപ്പോഴത്തേക്കും അംബാസഡർ പറഞ്ഞ തീരുന്നില്ല, അതൊക്കെ അംബാസഡർ മാർക്ക് 2 ഇവിടെ എത്തി. ഇതാ കറുത്ത അംബാസഡർ. ക്രോസ് ദ ലൈൻ, ഡോണ്ട് ക്രോസ് ദ ലൈൻ. അറിയാണ്ട് ഡോണ്ട് ക്രോസ് ലൈൻ ക്രോസ് ചെയ്ത് പറഞ്ഞു. മാർക്ക് 1 ഇതാ കണ്ടു. ആടാ ഇതിന് പേര് വെച്ചിട്ടില്ലടേ, പേര് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. സോറി കേട്ടോ, പേരൊക്കെ ഉണ്ട്. പ്രസിഡന്റ് ഇതെന്താ പ്രസിഡന്റ് ഉപയോഗിച്ച് തോന്നുന്നു. പ്രസിഡന്റ് ക്ലാസ് വെച്ച് തോന്നുന്നു. പ്രസിഡന്റ് എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതോ 4 ഡോർ സെഡാൻ 1958. USA അമേരിക്ക ഉണ്ട്. ഇതിൻ്റെ മോറിസ് മൈനർ, അതായത് നമ്മുടെ ഇപ്പോൾ MG മോറിസ് ഗരേജ് പോലെ അല്ലേ ആണ് അക്കാലത്ത്. ഇപ്പോൾ മോറിസ് മൈനർ അതന്നെ നമ്മുടെ MG ഇത് MM അത്രയും വ്യത്യാസം. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ നാട്ടിൽ പണ്ട് കണ്ടിരുന്ന കാളവണ്ടി. ഇത് കാളവണ്ടി തന്നെ, പണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കാളവണ്ടി അതല്ല. പിന്നെ ഇതൊരു പഴയ ബസ് എന്തോ ഉണ്ടോ, നല്ല ബസ്സുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരൊന്നുമില്ല ഈ ബസ്സിൻ്റെ. ഉണ്ട്, സോറി ഉണ്ട് കേട്ടോ, ഉണ്ട്. ഷെവർലെൻ്റെ ബസ്സാണ് ഇത്. ഓ 1949. അല്ല പ്ലസ് ഉണ്ട്, ചെറിയൊരു പ്ലസ് ഉണ്ട്. ഇപ്പോഴത്തെ ഷെവർലേക്ക് പ്ലസ് മാത്രം, പക്ഷേ ഈ പണ്ടത്തെ ഇതിന് പ്ലസ്സിനോട് വേറെ എന്തൊക്കെയോ ഉണ്ട്. പോസ്റ്റ് കാറാണ് അവിടെ കാണിക്കുന്നത് വീഡിയോയിൽ. പോസ്റ്റ് കാർ ഇത് പോകുമ്പോഴത്തേക്കും അറിയാൻ നേരം ഞാൻ അടുത്ത് ഞാൻ കാണിച്ചു. പഴയ എന്തായാലും മറ്റേ സ്പോർട്സ് കാറില്ല, മറ്റേ പഴയ ഞാൻ മറ്റേ ഫോർഡിൻ്റെ പഴയ ഫോർഡ് ഷെവർലെ തന്നെ കണ്ടില്ല. അതിൻ്റെ ഏതിൻ്റെ ഒരു എഞ്ചിനാണ് കേട്ടോ അത്.
കണ്ട സ്പോർട്സ് കാർ നിൽക്കണം. പക്ഷെ അപ്പോൾ അത് എനിക്ക് വന്നത് പഴയ ഷെവർലേൻ്റെ എഞ്ചിൻ ക്ലാസ് എന്നുള്ളതുണ്ട്. അതിനുള്ളിൽ കയറാൻ പോകുന്നുണ്ട്. സ്പോർട്സ് കാർ പോലത്തെ ഒരു പഴയൊരു കാർ. ഇതാ കണ്ടില്ല മെക്ലാരൻ. എൻ്റെ വേറെ മെക്ലാരൻ വേറെ ലെവലുണ്ട്. വേറെ ലെവൽ കേട്ടോ മെക്ലാരൻ. ഒരു രക്ഷയില്ല. കാട്ടിത്തരാം. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറാം കേട്ടോ. പല സ്പോർട്സ് കാറിൻ്റെ കാണാട്ടോ. സ്പോർട്സ് കാർ എന്ന് അറിയാം. അതായത് പഴയ സ്പോർട്സ് കാർ, പഴയ വലിയ കാലത്തെ സ്പോർട്സ് കാർ. ഇതായത് മാസറാട്ടി തോന്നുന്നു, അറിയില്ല. സോറി, മാസ്ത തന്നെ. അതന്നെ RX-8. യെസ് യെസ്, പോർഷെ ബോക്സ്റ്റർ 9X6. ഇത് പോർഷെ ബോക്സ്റ്റർ 986. അടിപൊളി. അപ്പം നമ്മളവിടെ BMW ഉണ്ട്. BMW Z4 മഞ്ഞ കളർ തോന്നുന്നു അവിടെയുണ്ട്. അവിടെ എടുത്തത് ഇവിടുത്തെ ബെൻസിൻ്റെ എന്തോ ഉണ്ട്. മെഴ്സിഡീസ് ബെൻസ് തന്നെ. ഇത്ര SLK 230 R170. അതാണ്. സൺറൂഫൊക്കെ ഇങ്ങനെ സ്വിച്ചിട്ട് തനിയെ തുറക്കും. സൺറൂഫൊക്കെ ഉള്ള സാധനമാണ്. ഞാൻ പത്ത് ഇതാ ഇപ്പുറത്ത് ഇതാ ടൊയോട്ടൻ്റെ. ടൊയോട്ടൻ്റെ ഇതാ MRS. വാ, ഒരു ലോഗോ വേറെ. ഇതിന് സ്പോർട്സ് കാറാണ് എപ്പോഴാണ് കാണുന്നത്. ടൊയോട്ടൻ്റെ സൂപ്പറിൻ്റെ ടൊയോട്ടയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാറാണ് അടിപൊളി. ഇതാണ് ഉള്ളിലത്തെ ഇൻറ്റീരിയർ. അടിപൊളി. അറിയാം. ലംബോർഗിനി ഗെല്ലാർഡോ. ഇല്ല, ഇതാ തന്നെ ലംബോർഗിനി ഗെല്ലാർഡോ. ഗെല്ലാർഡോ. ഇനി അടുത്തതാ ഫോർഡിൻ്റെ മസ്റ്റാങ്. എന്താ കുതിരൻ്റെ ലുക്കാണ് വേറെ ലെവല്. ഉള്ളിൽ കണ്ടില്ലേ. കാണിച്ചാൽ ഞാൻ അടുത്തത് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മെസറാട്ടി. വേറെ ലെവൽ. മെസറാട്ടി ഗിബ്ലി. മെസറാട്ടി ഗിബ്ലി. കാണിത്തരാ. ഉള്ളിലൊക്കെ അടിപൊളി. ഉള്ളിലില്ല ഇവിടെ നിന്ന് ഇതന്നെ എല്ലാ രക്ഷക്കാരനും അടിപൊളി. ഫെറാറിൻ്റെ 599 GTB. ഫെറാറിൻ്റെ ഫ്രണ്ട് ഡെൽഫ്രിസ്. ഇതിൻ്റെ ഉണ്ട്. അടുത്തത് ഫോർഡ് GT40. ഇതാ പഴയ ഫോർഡ് GT40, പഴയ സൂപ്പർ കാർ. റേസിംഗ് കാറോ? പഴയ റേസിംഗ് കാറിൽ കാണാം. ഫോർഡ് GT40 കിറ്റ് കാർ. അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കണ്ടിട്ട്. ഇവിടെ ഫുള്ള് ഓരോ കാറിനെ കുറിച്ചുള്ള ഇതുകളാണ്. ഞാൻ വീഡിയോ എടുക്കട്ടെ. എനിക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടോ കുറേ കാർസിനെ പറ്റിയുണ്ട് ഇവിടെ. റേസ് കാർക്ക് കാണല്ലോ. റേസിംഗ് കാറുകളാണ് ഫുള്ള്. ഫോർമുല തന്നെ. ഫോർമുല റോളോൺ. പിന്നെ ഇത് MRF. ഇത് കാരി 65 ആണ് കാറ്. പ്രീമിയർ പത്മിനിയോ? പ്രീമിയർ പത്മിനി. ഇത് ഫോർമുല ഇന്ത്യൻ.
സിപ്പാനി ഡോൾഫിൻ. ഈ കാറ് നല്ല രസമുണ്ട്. മക്ഡോവൽ 1000. ഈ കാറ് നല്ല രസമുണ്ട്. എടാ അവിടെ ഒരു കാറുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടാ. ഒരു കാറിൻ്റെ പാർട്സ് വാട്സപ്പ് വെച്ചിരിക്കുക. ഇത് ഏത് കാറാ അറിയൂല അല്ലേ? ആസ്റ്റൺ മാർട്ടിനാണ് ഗൈസ്. ആസ്റ്റൺ മാർട്ടിൻ V8 വിൻഡേഴ്സ്. ഇതും ആസ്റ്റനാണ്. ആസ്റ്റൺ മാർട്ടിൻ. ഇത് ഇത് ആസ്റ്റൺ മാർട്ടിനാണ്. ഇത് ലോട്ടസ് എമിറ. ഇലക്ട്രിക് ആണ് റോൾസ് റോയ്സ് സ്പെക്ട്ര. റെഡി. ഇനി അടുത്തതാ ഫോർഡിൻ്റെ മസ്റ്റാങ്. എന്താ കുതിരൻ്റെ ലുക്കാണ് വേറെ ലെവല്. ഉള്ളിൽ കണ്ടില്ലേ? കാണിച്ചാൽ ഞാൻ അടുത്തത് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മെസറാട്ടി. ഓ വേറെ ലെവൽ. മെസറാട്ടി ഗിബ്ലി. മെസറാട്ടി ഗിബ്ലി. അടുത്തരാ. ഓ ഉള്ളിലൊക്കെ അടിപൊളി. ഉള്ളിലില്ല ഇവിടെ നിന്ന് ഇതന്നെ എല്ലാ രക്ഷക്കാരനും അടിപൊളി ഉൾഭാഗം. ഫെറാറിൻ്റെ 599 GTB. ഫെറാറിൻ്റെ ഫ്രണ്ട് ഡെൽഫ്രസ്. ഇതിൻ്റെ ഉണ്ട്. അടുത്തത് ഓ ഫോർഡ് GT40. ഇതാ പഴയ ഫോർഡ് GT40, പഴയ സൂപ്പർ കാർ. റേസിംഗ് കാറാണ്. പഴയ റേസിംഗ് കാറൊക്കെയാണ് ഫോർഡ് GT40 കിറ്റ് കാർ. അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കണ്ടത്. ഓക്കെ ഇവിടെ ഫുള്ള് ഓരോ കാറിനെ കുറിച്ചുള്ള ഇതുകളാണ്. ഞാൻ വീഡിയോ എടുക്കട്ടെ. എനിക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടോ കുറേ കാർസിനെ പറ്റിയുണ്ട് ഇവിടെ. റേസ് കാർക്ക് കാണല്ലോ. റേസിംഗ് കാറുകളാണ് ഇവിടെ ഫുള്ള്. ഫോർമുല റോൾ ഓൺ. പിന്നെ ഇത് MRF. ഇത് ക്യാരി 65 ആണ് കാറ്. പ്രീമിയർ പത്മിനിയോ? വാവ്, പ്രീമിയർ പത്മിനി. ഇത് ഫോർമുല ഇന്ത്യൻ. സിപ്പാനി ഡോൾഫിൻ. ഈ കാറ് നല്ല രസമുണ്ട്. മക്ഡോവൽ 1000. ഈ കാറ് നല്ല രസമുണ്ട്. എടാ അവിടെ ഒരു കാറുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടാ. ഒരു കാറിൻ്റെ പാർട്സ് വാട്സപ്പ് വെച്ചിരിക്കുക. ഇത് ഏത് കാറാ അറിയൂല അല്ലേ? ആസ്റ്റൺ മാർട്ടിനാണ് ഗൈസ്.
ആസ്റ്റൺ മാർട്ടിൻ V8 വിൻഡേഴ്സ്. ഇതും ആസ്റ്റനാണ്, ആസ്റ്റൺ മാർട്ടിൻ. ഇത് ഇത് ആസ്റ്റൺ മാർട്ടിനാണ്. ഇത് ലോട്ടസ് എമിറ. റോൾസ് റോയ്സ് ആണ്. കണ്ടില്ല റോൾസ് റോയ്സിൻ്റെ ഇലക്ട്രിക് ആണ് ഇത്. റോൾസ് റോയ്സിൻ്റെ EV. റോൾസ് റോയ്സ് സ്പെക്ട്ര. ഇതാണ് റോൾസ് റോയ്സ് സ്പെക്ട്ര. റെഡി. നരൻ കാർത്തികേയൻ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഡ്രൈവ് ഇൻ ഫോർമുല 1 ബോൺ ഇൻ കോയമ്പത്തൂർ. അതായത് ഇദ്ദേഹത്തിന് ഫസ്റ്റായിട്ട് ഫോർമുല 1 കാർ ഓടിച്ചത് ഈ നരൻ കാർത്തികേയൻ. അതായത് ഈ കോയമ്പത്തൂർക്കാരനാണ്. അയാളാണ് ഇന്ത്യത്തിന് ഏറ്റവും ഫോർമുല 1 കാർ ഓടിച്ചത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്.